സാധാരണ രീതിയിൽ കളറിനൊക്കെ വേണ്ടിയിട്ട് എക്സ്ട്രാ എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്? ഒന്നും അടയില്ല, ഒന്നും അടയില്ല. വന്ന് നേരടിയാ പാത്താ പോതും, ഒന്നും അടയില്ല. എല്ലാവരും സാപ്പിടുന്നില്ല. എല്ലാം 20 തരം മസാല നിങ്ങൾ ഇവിടെ ചെയ്തെടുക്കും. മസാല ഉണ്ട്. ഈ മസാലകളൊക്കെ ശരിക്കും ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്? അത് പല ടൈപ്പ് മസാലകൾ നിങ്ങൾ പല ടൈപ്പ് മസാല ഉണ്ട്. F0 ഇന്ന് വന്നിരിക്കുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ തയ്യാർ ഫുഡ്സിലുള്ളത്. തയ്യാർ ഫുഡ്സിന്റെ ഒരു വീഡിയോ മുന്നേ നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ കണ്ടത് റൈസ് പ്ലാന്റിന്റെ വീഡിയോ ആയിരുന്നു അല്ലേ? എന്നാൽ അന്ന് തന്നെ ഞാനൊരു സൂചന തന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ തന്നെ മസാല പ്ലാന്റും വരുന്നുണ്ട്. ആ മസാല പ്ലാന്റിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും ചില്ലിയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചില്ലി പൗഡർ ഉണ്ട്, മഞ്ഞള്, മല്ലി, ഇതൊക്കെ പൊടിച്ചെടുക്കുക മാത്രമല്ല പല ടൈപ്പ് മസാലകൾ ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട്. അതും പല രീതിയിലാണ് കേട്ടോ ഈ ചെയ്തെടുക്കുന്നത്. നമ്മൾ മുന്നേ കണ്ടതുപോലെ തന്നെ മെഷീനാണ് ഇതിനു വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് നമ്മൾ കാണാൻ പോവാണ്. നേരെ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. തയ്യാർ കമ്പനിയിലെ മസാല പ്ലാനിലാണ് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത്. മസാല പ്ലാനിലെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു സെക്ഷനിലുള്ള പ്രൊഡക്ഷൻ മാനേജർ ആണല്ലേ? ഓക്കെ. തങ്കപ്പാണ്ഡെ തമിഴാണ് സംസാരിക്കുക അല്ലേ? തമിഴ് മലയാളം രണ്ടും മിക്സ് ആയിട്ട് പറയാം. മിക്സ് ആയിട്ട് വരും. അപ്പൊ ഏകദേശം മനസ്സിലാവും വിചാരിക്കാം. മനസ്സിലാവും. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഇത് ഈ ഒരു സെക്ഷന് കൈകാര്യം ചെയ്യാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു മെഷീൻ വെച്ച് ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം തെളിവായിട്ട് പറഞ്ഞു തരാം. അതുകൊണ്ട് ഞാൻ ഹെൽപ്പ് ചോദിച്ചത്. ഓക്കെ, വലിയ സന്തോഷം. അപ്പൊ ഇവിടത്തേക്ക് എങ്ങനെയാണ് ഈ മുളക് വരുന്നത് മുതലുള്ള കാര്യങ്ങളൊന്ന് വിശദീകരിക്കാവോ? നമുക്ക് മുളക് ബൾക്കായിട്ട് മേടിക്കും. ബൾക്കായിട്ട് പോയി നല്ല ക്വാളിറ്റിയാണ് ചില്ലി മേടിച്ച് നമ്മളുടെ പ്ലാന്റിക്ക് വരും. പ്ലാന്റിക്ക് வந்து RM സ്റ്റോറേജ് ചെയ്തിട്ട് ആദ്യം സ്റ്റോറേജ് നല്ല ക്വാളിറ്റിയുള്ള മുളക്. ക്വാളിറ്റിക്ക് ഒത്തിരി ക്വാളിറ്റി ഉണ്ട്. ബെസ്റ്റ് ക്വാളിറ്റി അല്ല, അങ്ങനെയല്ല മുളക് തന്നെ ഒത്തിരി ടൈപ്പ് വരുന്നുണ്ടോ? കുറേ ടൈപ്പ് ഉണ്ട്. നമുക്ക് എണ്ണ മുളക് തേവയോ അന്ത മുളക് ബെസ്റ്റ് ക്വാളിറ്റിയാ മേടിച്ച് കൊണ്ടുവരും. അത് ശരി. അതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ. അതൊക്കെ ശ്രദ്ധിക്കണം. ആദ്യം റാ മെറ്റീരിയൽ ഫസ്റ്റ് ശ്രദ്ധിക്കണം. നമുക്ക് വേണമെങ്കിൽ ലോക്കൽ മുളകും വാങ്ങിച്ചിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ അത് ലോക്കൽ മുളക് വാങ്ങിട്ട് കൊടുക്കാൻ പറ്റും. മാർക്കറ്റിൽ അത് ഫെയിലിയർ അയച്ചാൽ കമ്പനി പേര് കമ്പനിക്ക് ദോഷം ചെയ്യും. കമ്പനിക്ക് പേര് കെട്ടുപോകും. സാധാരണ രീതിയിൽ കളറിനൊക്കെ വേണ്ടിയിട്ട് എക്സ്ട്രാ എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്? ഒന്നും അടയില്ല. വന്ന് നേരടിയാ പാത്താ പോതും, ഒന്നും അടയില്ല. എല്ലാവരും സാപ്പിടുന്നില്ല. എല്ലാം ഒന്നും അടയില്ല. നാച്ചുറൽ എണ്ണ ഓർക്കോ അത് மட்டும் பண்ணும். ആദ്യം നമുക്ക് ചില്ലിയോടെ സ്റ്റെമ്പ് കളയാം. പിന്നെ അതിനുശേഷം വന്നിട്ട് ചില്ലിയെ ഡീസ്റ്റോണർക്ക് ഇടാം. ഡീസ്റ്റോണർക്ക് എതുക്ക് ഇടുறேன்னா മാക്സിമം നമുക്ക് മാർക്കറ്റിൽ വന്നിട്ട് ചില്ലി നല്ല ചില്ലിയാ മേടിക്കും. நல்ல ചില്ലി தான் മേടിക്കും. പിന്നെ நம்ம ஸ்டெம்பு களையும் போது கையில் கிடைக்கிற ஸ்டோனு த்ரெட்டு எல்லாம் எடுத்துரும். പിന്നെ അത് ஏதாச்சும் 1-2 மிஸ் ஆச்சுன்னா அதனாலலாம் டீஸ்டோனர் போடுறது. நம்ம டீஸ்டோனர் போடும்போது അതിൽ കാര്യം പറഞ്ഞാൽ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. സപ്പോസ് ഉണ്ടെങ്കിൽ അതും കൂടി കളയാൻ വേണ്ടിയാണ് ഡീസ്റ്റോണർ പോകുന്നത്. അത്രയും ആ ഒരു ശ്രദ്ധയാണ് അവിടെ ഫസ്റ്റ് ടൈമിൽ നിങ്ങൾ അവിടെ കൊടുക്കുന്നത്. യെസ്, സ്റ്റോൺ കംപ്ലീറ്റാ പോകും, പുറത്തേക്ക് പോകും. ഇതിലുള്ള എന്തെങ്കിലും ത്രെഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബ്ലേർ വഴി മേലെ പോയിരും. ബ്ലേർ വലിച്ച് പുറത്തേക്ക് കളയും. ഓക്കെ. എന്നിട്ട് ഈ ചില്ലി മാത്രം ചില്ലി എന്ത് ചെയ്യും? നല്ല ചില്ലി ബ്ലേർ വഴിയെ വലിച്ചുകൊണ്ട് ഫസ്റ്റ് കട്ടിങ് മെഷീൻ പോയിരും. ഫസ്റ്റ് കട്ടിങ്ങിൽ ഇടുമ്പോൾ ചില്ലി വന്നിട്ട് ക്രഷ് ടൈപ്പിൽ ഒരു ചില്ലിയാ, മുഴു ചില്ലിയാ പോകുമ്പോൾ ക്രഷ് ടൈപ്പിൽ ഒരു ചില്ലിയാ കൺവേർട്ട് ആകും. ആദ്യം ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ഡയറക്റ്റ് പൊടിച്ചാൽ പോരെ? ഡയറക്റ്റ് പൊടിച്ചാൽ നമുക്ക് അത്ര ഫൈനസ് കിട്ടില്ല. ഡയറക്റ്റ് പൊടിച്ചാൽ അത്ര ഫൈനസ് കിട്ടില്ല. സാധാരണ ഇപ്പൊ നമ്മൾ വീട്ടിലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ കണ്ടില്ല സിസ്റ്റം എന്ന് പറഞ്ഞാല് ഡയറക്റ്റ് ഒരു മില്ലിൽ കൊണ്ടുപോകുന്നു, നേരിട്ട് പൊടിച്ചെടുക്കുന്നു. അത് നമുക്ക് ഒരു 5 കിലോ 10 കിലോ അത് നമുക്ക് വീട്ടിൽ പൊടിച്ചെടുക്കാം. ഓക്കെ. ഇത് നമുക്ക് 5 ടൺ 10 ടൺ പൊടിക്കുമെങ്കിൽ ഡയറക്റ്റ് പൗഡറിങ് പോണാ നമുക്ക് അത്ര ഫൈൻ കിട്ടില്ല. നമുക്ക് ക്രഷ് ചെയ്ത ശേഷം നെക്സ്റ്റ് ബ്ലേർ വഴിയാ ബിന്നിൽ പോയി സ്റ്റോറേജ് ആകും. ഈ കാണുന്ന പൈപ്പ് വഴി മുകളിലേക്ക് പോകാം. പൈപ്പ് വഴി മുകളിലേക്ക് ബ്ലോവർ ആണ് ഇതിനെ വലിച്ചെടുക്കുന്നത്. ഫുള്ള് ബ്ലോവർ ആണ് വലിച്ചെടുക്കുന്നത്. താഴോട്ട് മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക സംഭവം അല്ലേ? ഫുള്ള് മുകളിലേക്ക് പോകും. ഫുള്ള് വെയിറ്റ്ലെസ് സാധനം ഫുള്ള് മേലേക്ക് പോകും. വലിച്ച് മുകളിൽ കൊണ്ടുപോയി ഈ ഒരു ബിന്നിലേക്ക് സ്റ്റോറേജ് ആകും. அந்த ബിന്നിൽ ഒരു സ്ക്രൂ ടൈപ്പ് ഉണ്ട്. കൺവെയർ ടൈപ്പ് ഉണ്ട്. அந்த കൺവെയർ ശേഷം നമുക്ക് ഡയറക്റ്റ് മില്ലുക്ക് ഉണ്ടാകും. ഈ കൺവെയർ വഴിയാണ് മില്ലിലേക്ക് കൊടുക്കുന്നത്. അതെന്തിനാ കൺവെയർ അതിന്റെ ഇടയിൽ കൊടുക്കുന്നത്? ആ കൺവെയർ ഡയറക്റ്റാ കൊടുത്താണ് നമുക്ക് മില്ലിലെ ജാം ആകും. അങ്ങനെ ഒന്നിച്ചിട്ട് വരാൻ പാടില്ല. കുറച്ച് വരാൻ പാടും. നമ്മൾ സാധാരണ കൈ കൊണ്ട് കുറച്ച് ഇടുന്നത് പോലെ കുറച്ച് പാർട്ട് മെഷീനെങ്കിൽ കറക്റ്റ് ആണ് സ്പീഡിൽ ഒരേ ലെവലായിട്ട് പോകും വരണം. അതാണ് മെഷീന്റെ സെറ്റിംഗ്സ് വരുന്നത്. യെസ്. ഓക്കെ. അങ്ങനെ നമ്മൾ മില്ലിലേക്ക് പോകും. മില്ലിൽ നടക്കുന്ന പൊടിക്കുക. മില്ലിൽ വന്നിട്ട് നമുക്ക് 400 മൈക്രോൺ മെസ് പോട്ടിருக்கு. അത് നല്ല ഫൈനായിട്ട് പൊടിക്കാം. നന്നായിട്ട് പൊടിച്ചെടുക്കാം. നല്ല പൊടിക്കാം. പൊടിച്ചിട്ട് മറുപടി இந்த പൈപ്പ് വഴിയാ മേലെ ബ്ലേർ വഴി ഇങ്ങ റോട്ടറി വാൾക്ക് പോകും. പിന്നെയും ബ്ലോവർ വലിച്ച് മുകളിലേക്ക് കൊണ്ടുപോയി റോട്ടറി വാൾവിൽ പോയി അത് താഴെ വൈബ്രോ സിഫ്റ്റർ ഉണ്ട്.
ഓക്കെ, ഒരു സെക്കൻഡ്. അപ്പൊ ഈ റോട്ടറി വാൾവ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റോട്ടറി വാൾവ് വന്നിട്ട് ഡയറക്റ്റാ സിട്രിക്ക് പോകാമ കുറച്ച് ഇട വേണ്ടി റോട്ടറി വാൾവ് വെച്ച് അതിനൊന്ന് പിന്നെ ഒരു കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അപ്പൊ റോട്ടറി വാൾവ് നേരെ നമ്മൾ ഷിഫ്റ്ററിലേക്ക് വൈബ്രോ ഷിഫ്റ്ററിലേക്ക് വരാം. വൈബ്രേറ്റർ ഷിഫ്റ്റർ, അതായത് നമ്മൾ അരിച്ചെടുക്കുന്ന എന്തിനാ ശരിക്കും? അരിച്ചെടുക്കുമ്പോൾ മേലെ തരി ജാസ്തിയുള്ള സാധനം വരും, താഴെ ബെസ്റ്റ് സാധനം വരും. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു തരി കറക്റ്റ് ചെയ്യാൻ വേണ്ടി. നല്ല സാധനം താഴെ വരും, തരി ജാസ്തിയുള്ള സാധനം മേലെ വരും. അത് വേറെ പൈപ്പ് വഴിയാ, അന്ത പൈപ്പ് വഴിയാ വേറെ എടുത്തിരും. ലാസ്റ്റ് സ്റ്റേജിൽ മാഗ്നറ്റ് ഉണ്ട്. മാഗ്നറ്റ് ഉണ്ടെന്നാ നമുക്ക് നെറ്റ് പോടെങ്കിൽ ഏതാച്ചും നെറ്റ് ബീറ്റർ വഴിയാ അടിച്ച് ഡാമേജ് ആയി ഇങ്ങനെ വാങ്ങിച്ചാൽ ഒരു ചിന്ന പിസറുണ്ടെങ്കിൽ മാഗ്നറ്റ് പിടിച്ചുണ്ടാവും. നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയാണോ വെച്ചതാണ്? ബെസ്റ്റ് സേഫ്റ്റി ഹൈ പവർ മാഗ്നറ്റ്. അടിപൊളി. അത് നേരെ താഴെ വന്നു. ഇവിടെ ഒരു ട്രേ വെച്ചിട്ടുണ്ട്, ട്രാലി വെച്ചിട്ടുണ്ട്, പൗഡർ എല്ലാം താഴേക്ക് വരും. ഈ ഒരു ട്രേയിലേക്ക് വന്നിട്ട് വീഴുന്നത് അത് നമ്മൾ എടുത്തിട്ട് ഒരു അരിപ്പ് സാധനം ഉണ്ട്, പൗഡർ അരിച്ചെടുക്കുന്നത്. അത് അരിച്ചെടുക്കുമ്പോൾ നല്ല സാധനമാണെങ്കിൽ ചെക്ക് പണി ഓക്കെ ആണെങ്കിൽ മറ്റും നമ്മൾ പാക്കിംഗ് സെക്ഷനുക്ക് മാറ്റും. അത് അടുത്തൊരു സ്ഥലത്തേക്ക് അങ്ങനെ ഇവിടുന്ന് പിന്നെ നേരെ പാക്കിംഗ് സെക്ഷൻ പിന്നെ അത് പാക്ക് ചെയ്തെടുക്കാം. റീറ്റെയിൽ പാക്കിംഗ്, അത് കംപ്ലീറ്റ് മെഷീൻ പാക്കിംഗ് കാര്യങ്ങളൊക്കെ. ഇനി ഇതല്ലാതെ പിന്നെ വേറെ എന്താ ഇവിടെ ചെയ്യുന്നത്? ഈ മുളക് ഇതില്ലാതെ പിന്നെ ഇതേ പ്രോസസ്സ് കൊറിയൻഡർ ഉണ്ട്, ധനിയ പൗഡർ, അതുകൂടാതെ ടർമറിക് ഉണ്ട്. ഓക്കെ, നമ്മുടെ മല്ലി, പിന്നെ മഞ്ഞൾ ഇതൊക്കെ വരുന്നത്. പിന്നെ അതുകൂടാതെ കുറെ മസാല ഉണ്ട്, പലതരം മസാല ഉണ്ട്. ഇപ്പൊ പറഞ്ഞത് കമ്മി മസാല പല വെറൈറ്റി ഉണ്ട്, 10-20 മസാല ഉണ്ട്. 20 തരം മസാല നിങ്ങൾ ഇവിടെ മസാല ഉണ്ട്. ഈ മസാലകൾ എങ്ങനെ ശരിക്കും ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്? അത് പല ടൈപ്പ് മസാലകൾ പല ടൈപ്പ് മസാല ഉണ്ട്. എല്ലാ ടൈപ്പ് മസാലക്കും നമ്മൾ റോസ്റ്റ് ചെയ്യും. കണ്ടിപ്പാ റോസ്റ്റിംഗ് ഉണ്ട്. ഇപ്പൊ കുറെ സ്പൈസസ് ഉണ്ട്, ഒവ്വൊരു വെറൈറ്റിക്കും സെപ്പറേറ്റ് സ്പൈസസ് ഉണ്ട്. കുരുമുളക്, മറ്റർ ചില്ലി, മല്ലി, ഡ്രൈ ജിഞ്ചർ, കുമീന്, ഫെനിഗ്രിക്, அந்த மாதிரி കുറേ டைப் ഉണ്ട്. அது எல்லாமே போட்டுட்டு ரோஸ்ட் செய்யும். ரோஸ்ட் செய்யும். ஒரு 60-70 டிகிரி டெம்பரேச்சரில் ஒரு 1.5 hours ரோஸ்ட் பண்ணிவிட்டு மேனுவல் ஐடி செக் பண்ணிவிட்டு ரோஸ்ட் ஆனோ அன்ரோஸ்ட் ஆனோ நல்லா தரவை செக் பண்ணிவிட்டு പിന്നെ അത് സെപ്പറേറ്റ് മസാലക്ക് സെപ്പറേറ്റ് ഹാമർ മിൽ ഉണ്ട്. മസാലക്ക് വേറെ തന്നെയാണ് സെപ്പറേറ്റ് ഹാമർ മിൽ ഉണ്ട്. അത് പൊടിച്ചെടുത്തിട്ട് പിന്നെ ബ്ലെൻഡ് അത് മിക്സ് ചെയ്തെടുക്കണം. ബ്ലെൻഡിൽ 2 ടൈപ്പ് ഉണ്ട്. സാമ്പാർ, രസം, അത് ഒറ്റ ബ്ലെൻഡ്, അത് ഒന്നിലേ ചെയ്യും. പിന്നെ പല വെറൈറ്റി മസാല വേറെ ബ്ലെൻഡിൽ ചെയ്യും. അത് റീസൺ എന്നാ സാമ്പാർ, രസം കായ ഇടും, അതിൽ കായം ഇടുന്നുണ്ട്. അതിൽ വേറെ മസാല മിക്സ് ആകുമ്പോൾ അതോടെ ഫ്ലേവർ വരാൻ இருக்க വേണ്ടി ഇതൊക്കെ മറ്റും സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ. അപ്പോൾ നമ്മൾ മറ്റുള്ളതൊക്കെ അതിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു, അപ്പോൾ അത് മിക്സ് ആവൂലേ? നമുക്ക് അതിനെ പ്രത്യേകം ക്ലീൻ ചെയ്യും? നിങ്ങൾ ഓരോ തവണയായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കും? പെർഫെക്റ്റാ ക്ലീൻ ചെയ്യും. IPA വെച്ചിട്ട് ஒவ்வொரு ப்ராடக்ட்டுக்கும் சேஞ்ச் ஓவர் பண்ணும்போது பெர்ஃபெக்ட்டா IPA വെച്ചിട്ട് ക്ലീൻ ചെയ്ത നെക്സ്റ്റ് தான் അടുത്ത പ്രോഡക്റ്റ് കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു മസാലയായിട്ട് മിക്സഡ് ആയിട്ടുള്ള ഒരു മസാലയായിട്ട് നമ്മളെ കയ്യിൽ ഇതെല്ലാം കളിഞ്ഞിട്ട് സെൻസറി ചെയ്ത് സാപ്പിട്ടിട്ട് தான் നെക്സ്റ്റ്. അത് സെൻസറി കൃത്യമായിട്ട് ഒരു ക്വാളിറ്റി ചെക്കിംഗ് വേറെ നടക്കുന്നത്. ആ ഒരു ക്വാളിറ്റി ചെക്കിംഗ് നിങ്ങൾ തന്നെ സ്വയം എന്താ പറയുക, ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പാക്കിംഗ് സെക്ഷനിലേക്ക് മാറ്റുള്ളൂ. ആ പാക്കിംഗ് സെക്ഷനിൽ കഴിഞ്ഞിട്ടാണ് നമ്മളെ കൈകളിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും വലിയ സന്തോഷമുണ്ട് ഇത്രയും കാര്യങ്ങൾ എന്താ പറയുക വളരെ ഭംഗിയായിട്ട് തന്നെ പറഞ്ഞു തന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. തയ്യാർ ഫുഡ്സ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മഹമ്മൂദ് ഖാൻ പ്രത്യേകമായിട്ട് എടുത്ത് പരിചയപ്പെടുത്തണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മുടെ തയ്യാറിന്റെ തന്നെ പുട്ടുപൊടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മസാല പ്ലാന്റിന്റെ വിശേഷങ്ങളായിട്ടാണ്. ഇവിടെ ഈ ഒരു കമ്പനിയിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ ഫോളോവേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഇതിവിടെ വന്ന സമയത്ത് എനിക്ക് സാധാരണ രീതിയിൽ നമ്മൾ ഈ മസാലപ്പൊടികൾ അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ ഇതിലൊക്കെ പല കാര്യങ്ങൾ ചേർക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട്? നിങ്ങൾ അതിൽ എത്രത്തോളം ശ്രദ്ധ കൊടുക്കുന്നുണ്ട്? നമ്മളത് വളരെ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുന്നുള്ളൂ. നമ്മൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിന് വളരെ ശ്രദ്ധിച്ചിട്ട് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത് തന്നെ. അതുപോലെ തന്നെ റോ മെറ്റീരിയൽ നന്നായി കഴിഞ്ഞാൽ മസാലകൾ നന്നാവുള്ളൂ. റോ മെറ്റീരിയൽ നന്നായില്ലെങ്കിൽ മസാല ഒരിക്കലും നന്നാക്കാൻ പറ്റില്ല. ഒരിക്കൽ കസ്റ്റമർ വാങ്ങിയാൽ രണ്ടാമത് വാങ്ങുന്നത് നമ്മളെ ക്വാളിറ്റി നല്ലതുണ്ടെങ്കിലേ വാങ്ങുള്ളൂ, അല്ലെങ്കിൽ വാങ്ങൂല്ല കസ്റ്റമർ. അതിനൊരു ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഇറക്കിയാന്ന് വേറെ കമ്പനിയും ഇറക്കാത്തൊരു സാധനങ്ങളാണ് അറിവിലില്ലേ, ഒരെണ്ണമൊന്നുമില്ല. കാശ്മീരി ചില്ലും സാധാരണ ചില്ലി പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട് പൊടിക്കുന്നത്. അത് നമ്മുടെ ഉമ്മ ചെറുപ്പത്തിൽ ചെയ്യുന്നത് കണ്ടിട്ട് അതൊന്ന് നമ്മളെ കമ്പനിയിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്.
അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം കാരണം കുറച്ച് ഹോട്ടൽസിലൊന്നും കൊടുത്തു നോക്കി, കുറച്ച് കസ്റ്റമറിനും കൊടുത്ത് നല്ല ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്. പേര് വരുന്നത് മിക്സഡ് ചില്ലി എന്ന് പറയും, ചില്ലി പൗഡർ. അപ്പോൾ ദുബായിലുള്ള കുറേ ഫാമിലി എന്നെ വിളിച്ച് കുറേ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ചില്ലി പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് ഉമ്മാനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ല, ആ ചില്ലി പൗഡർ വാങ്ങിയാൽ മതിയല്ല എന്ന് വരെ തമാശ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മസാലാസ്, ഈ കബാബ് മസാല എന്ന് ഇറക്കിയിട്ടുണ്ട്. ബാംഗ്ലൂർ നല്ല ഹിറ്റായിട്ട് പോകുന്നുണ്ട് സംഗതി. അപ്പൊ കേരള മാർക്കറ്റിലും കൂടി ഇത് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് കബാബ് നമുക്ക് വളരെ ഈസി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് കബാബ് റെഡി ആവാൻ പറ്റും. പിന്നെ അത് ഗസ്റ്റ് എല്ലാം വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. എന്തൊക്കെ പ്രോഡക്ട്സ്? 70 പ്രൊഡക്റ്റോളം ഉണ്ട്. അത് 100ലേക്ക് എത്തിക്കേണ്ട പരിപാടിയാണ്. ഇപ്പൊ തന്നെ 70 പ്രൊഡക്റ്റ് ഉണ്ട്. പിന്നെ അത് 100ലേക്ക് എത്തും. അതുപോലെ തന്നെ പുളിയോഗര മിക്സ്, അങ്ങനെ ഒരുപാട് മസാല ലോക്കൽ ഇവിടെ ബാംഗ്ലൂരിന് ആവശ്യമുള്ള മസാലകളും അത് നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആവട്ടെ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ചെയ്യുന്നത്. ഞാൻ സത്യത്തിൽ ഇവിടത്തേക്ക് തയ്യാറിലേക്ക് വരുന്ന സമയത്ത് ഒരു പുട്ടുപൊടി കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ ഇത് 70ഓളം ഉണ്ട്. ഇപ്പോഴും ഞാൻ അറിയുന്നത് 70ഓളം ഐറ്റംസ് ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങള്. ഫ്യൂച്ചർ എന്താ ശരിക്കും തയ്യാറിന്റെ പ്ലാൻ? ഫ്യൂച്ചർ ഇനി ഫ്രഷ് ഫുഡിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഫ്രഷ് ഫുഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അത് ശരി, അതൊരു സസ്പെൻസ് ആണ്. ഓക്കെ, എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ കേരള മാർക്കറ്റിലേക്ക് ഇവിടെ ലോക്കൽ മാർക്കറ്റിലാണ് അല്ല നമ്മൾ ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തയ്യാറുന്നത് കംപ്ലീറ്റ് ഇപ്പം കേരള മാർക്കറ്റ് 3 മാർക്കറ്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കർണാടക, കേരള, UAE. അപ്പൊ നമ്മളിപ്പോ കേരളത്തിൽ നിന്ന് പിടിക്കുകയാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ റെഡിയാണ്. ഓക്കെ, എന്തായാലും സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. ഇത്രയാണ് തയ്യാറിന്റെ മസാല പ്ലാനിലെ വിശേഷങ്ങള്. സാധാരണ രീതിയിൽ നമുക്ക് ഈ മുളക് പൊടി അല്ലെങ്കിൽ മല്ലിപ്പൊടിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ടെൻഷനുള്ള ഒരു ഭാഗമാണല്ലേ. ഇവിടെ വന്ന സമയത്ത് അതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് എനിക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത്. എന്നാലും ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്ന ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതായത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, മല്ലിപ്പൊടിയായാലും മുളക് പൊടിയൊക്കെ ഒരു കമ്പനിയിൽ എങ്ങനെയാണ് ചെയ്തെടുക്കുന്ന ഒരു കാഴ്ച നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്. മാക്സിമം ഷെയർ ചെയ്യുക. ഈ ഒരു കമ്പനിയെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കഷനോ കാര്യങ്ങളോ എന്ത് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമ്പനിയിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം, സംസാരിക്കാം. ഈ ഒരു വീഡിയോ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.